ജാവാസ്ക്രിപ്റ്റിൽ എക്സിക്യൂഷൻ നടക്കുന്നത് സിങ്ക്രണസ് വേയിലും asynchronous വേയിലുമാണ്. അപ്പോൾ സിങ്ക്രണസും asynchronous തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓപ്പറേഷനും അതിന് മുമ്പുള്ള ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം സീക്വൻഷ്യൽ മാനറിലായിരിക്കും, അതായത് സീക്വൻസിലെ ഇത് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. ഒരു ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ആയതിനു ശേഷം മാത്രമേ അതിൻ്റെ താഴെയുള്ള ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. അപ്പോൾ പ്രോഗ്രാം ഓരോ ഓപ്പറേഷനും കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്ത ലൈൻ ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ ഡിഫോൾട്ട് ബിഹേവിയർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലൈൻ എക്സിക്യൂട്ട് ആയിട്ട് അടുത്ത ലൈൻ എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ആയതിനു ശേഷം മാത്രമേ അടുത്ത പ്രോസസ് എക്സിക്യൂട്ട് ആവൂ. അപ്പോൾ മുമ്പുള്ള പ്രോസസ് എക്സിക്യൂട്ട് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇതാണ് സിങ്ക്രണസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. console log first log console log sum is നമുക്ക് ജസ്റ്റ് 5 into 5 സം എടുത്ത് നോക്കാം. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും അടുത്തത് കൺസോൾ ലോഗ് ലാസ്റ്റ് ലോഗ്. ഇത് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ആവും. ഫസ്റ്റ് ലോഗ് ആദ്യം പ്രിന്റ് ആവും, പിന്നെ സമ്മ് പ്രിന്റ് ആവും, പിന്നെ ലാസ്റ്റ് ലോഗ് പ്രിന്റ് ആവും. ഇതാണ് ഫസ്റ്റ് ലോഗ് പ്രിന്റ് ആയി, സമ്മ് പ്രിന്റ് ആയി, ലാസ്റ്റ് ലോഗ് പ്രിന്റ് ആയി. അപ്പോൾ ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ട് അല്ലെങ്കിൽ പ്രോസസ് ബൈ പ്രോസസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ആവുന്നത്. ഫസ്റ്റ് പ്രോസസ് കംപ്ലീറ്റ് ആയാലേ സെക്കൻഡ് പ്രോസസ് സ്റ്റാർട്ട് ആവുള്ളൂ, അത് കംപ്ലീറ്റ് ആയാലേ തേർഡ് പ്രോസസ് സ്റ്റാർട്ട് ആവുള്ളൂ. ഇതാണ് ജാവാസ്ക്രിപ്റ്റിൽ സിങ്ക്രണസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് asynchronous നോക്കാം. asynchronous എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് സീക്വൻഷ്യൽ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. ഫസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് ലൈൻ തന്നെ എക്സിക്യൂട്ട് ആവണമെന്നില്ല, അല്ലെങ്കിൽ സെക്കൻഡ് പ്രോസസ്സ് തന്നെ എക്സിക്യൂട്ട് ആവണമെന്നില്ല. ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് തേർഡ് പ്രോസസ്സ് വേണമെങ്കിലും എക്സിക്യൂട്ട് ആവാം. അപ്പം ചില ഓപ്പറേഷൻസ് ഡിലേ ആക്കാം, അതുപോലെ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും മറ്റ് ടാസ്ക് വെച്ചിട്ട്. അതായത് ഡിലേ ആയിരിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് അവിടെ തന്നെ കിടന്ന് അത് കംപ്ലീറ്റ് ആവാൻ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ മറ്റ് പ്രോസസ്സ് ഒന്നും സ്റ്റോപ്പ് ആവുന്നില്ല, മറ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എക്സിക്യൂട്ട് ആവാൻ വേണ്ടി. അതായത് 5 പ്രോസസ്സ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രോസസ്സ് ഒരു 5 സെക്കൻഡ് ഡിലേ ഉണ്ടെങ്കിൽ ആ രണ്ടാമത്തെ പ്രോസസ്സ് 5 സെക്കൻഡ് ഡിലേ എടുത്ത് എക്സിക്യൂട്ട് ആവുന്ന ടൈം കൊണ്ട് ബാക്കി പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഫിനിഷ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇതൊരു ബ്ലോക്കിംഗ് നടക്കുന്നില്ല. ഇതിനുള്ള യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ റീഡിങ്, API കോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. കൺസോൾ ലോഗ് നേരത്തെ തൊട്ട് തന്നെ ഫസ്റ്റ് ലോഗ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. അതേപോലെ നമുക്കൊരു ടൈം ഔട്ട് കൊടുക്കാം. സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ. ടൈം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു asynchronous കോളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ടൈമിങ് പറഞ്ഞു കൊടുക്കണം. നമുക്കൊരു 2 സെക്കൻഡ് പറഞ്ഞു കൊടുക്കാം, 2000 milliseconds. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ അകത്തുനിന്ന് കൺസോൾ ലോഗ് ചെയ്യുന്നു. ഫ്രം ഇൻസൈഡ് സെറ്റ് ടൈം ഔട്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കൺസോൾ ലോഗ് ചെയ്യാം. ലാസ്റ്റ് ലോഗ്. ഇതിൽ സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൈ ഡിഫോൾട്ട് ജാവാസ്ക്രിപ്റ്റിൽ asynchronous ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൺസോൾ ലോഗ് പ്രിന്റ് ആവും, അതിനുശേഷം ഈ ഒരു ഫംഗ്ഷൻ നോക്കും. ഇത് 2 സെക്കൻഡ് ഡിലേ ആണ്, 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ആയാൽ മതി. അപ്പോൾ ഇതിനു വേണ്ടി 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഇത് പ്രിന്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഡയറക്റ്റ് അടുത്ത എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവും. അടുത്ത പ്രോസസ് സ്റ്റാർട്ട് ആയിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ മാത്രമേ ഇത് എക്സിക്യൂട്ട് ആവുള്ളൂ. നമുക്കിത് പ്രിന്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലോഗ് വന്നു, ലാസ്റ്റ് ലോഗ് വന്നു, അതിനുശേഷം 2 സെക്കൻഡ് കഴിഞ്ഞ സമയം, ടോട്ടൽ 2 സെക്കൻഡ് കഴിഞ്ഞ സമയത്താണ് ഈ ഫ്രം ഇൻസൈഡ് സെറ്റ് ടൈം ഔട്ട് എന്ന് വന്നത്. അപ്പോൾ ഇതാണ് asynchronous ഫംഗ്ഷൻ. ഒരു ഓപ്പറേഷൻ, ബ്ലോക്ക് ഓഫ് കോഡിന്റെ ഓപ്പറേഷൻ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ നടക്കാനായിട്ട് വെയിറ്റ് ചെയ്യാതെ മറ്റ് എക്സിക്യൂഷൻസ് കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ എക്സിക്യൂഷനുള്ള ടൈം ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആയിക്കോളും. ഇതാണ് asynchronous ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ asynchronous എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ അതിന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.